ഹായ്. ഈജിപ്ഷ്യൻ പിരമിഡുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കഥകളിൽ, സിനിമകളിൽ, ഒരുപാട് സാഹചര്യങ്ങൾ, ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച്, ഈജിപ്ഷ്യൻ പിരമിഡുകളിലേക്കുള്ള യാത്രകളെക്കുറിച്ച് ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് പറയുന്നത് അതേപോലെയുള്ള കുറച്ച് ശവകുടീരങ്ങളെക്കുറിച്ചാണ്. ലോകപ്രസിദ്ധമായ ഈജിപ്ഷ്യൻ പിരമിഡുകൾക്ക് സമാനമായ ശവകുടീരങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇപ്പോൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാരണം 46ാമത്തെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി റീസെന്റ് നമ്മുടെ ന്യൂഡൽഹിയിലാണ് നടത്തിയത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ഒട്ടനേകം സ്ഥലങ്ങൾ ഈ ലിസ്റ്റിലേക്ക്, അതായത് യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്തെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ സ്ഥലമാണ്. ഈ പറഞ്ഞ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ സ്ഥലം നടക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായ ആസാമിലാണ്. ആസാമിലെ ചരൈദിയോ എന്ന് പറയുന്ന ജില്ലയിൽ വിഖ്യാതമായിട്ടുള്ള കുറച്ച് ശവകുടീരങ്ങൾ, അവരെ വിളിക്കുന്ന പേര് മൊയ്ഡംസ് എന്നാണ്, അല്ലെങ്കിൽ ചരൈദിയോ മൊയ്ഡംസ്. ഈജിപ്തിലെ ശവകുടീരങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ അഹം ഡിനാസ്റ്റി, അഹം കിങ്ഡം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ രാജാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബറിയൽ സൈറ്റുകളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മുകളിൽ പടുത്തുയർത്തിയിട്ടുള്ള കൂടാരങ്ങളെയാണ്, ഈ ശവകുടീരങ്ങളെയാണ് നമ്മൾ ചരൈദിയോ മൊയ്ഡംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ അവർക്ക് മരണശേഷം ഉപയോഗിക്കാൻ എന്നുള്ള വിശ്വാസത്തിൽ അവിടെ ശവകുടീരത്തിന് തൊട്ട് അടുത്തായിട്ട് വെക്കുന്ന അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പിൽ, ഒരു ഡോം ഷേപ്പിൽ ഒരു വലിയ സ്ട്രക്ചർ പടുത്തുയർത്തുവാണ്. കട്ടകളും മണ്ണും കല്ലുകളും ഒക്കെ വെച്ചിട്ടാണ് ഇത് പടുത്തുയർന്നത്. അതിനുശേഷം ഇതിന് പ്രത്യേകം വാതിലുകളൊക്കെ ഉണ്ടാവും. ഇതിന് ചുറ്റും പോളിഗണൽ സ്ട്രക്ചറിൽ മതിലുകൾ പണിയുന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷം ഈ പറയുന്ന സ്ട്രക്ചറിനൊക്കെ മുകളിൽ കൂടെ വെജിറ്റേഷൻസ് ഒക്കെ പടർന്ന് പന്തലിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു പച്ച പരവതാനി മുകളിൽ വിരിച്ചിട്ട പോലെ ഇരിക്കും. ഇതിനെ മൗണ്ടുകൾ എന്നാണ് പറയുന്നത്. ചെറിയ മലകൾ പോലെ അങ്ങനെ കാണപ്പെടും. പക്ഷെ സംഭവം ഇത്തരം ശവകുടീരങ്ങളാണ്. അപ്പോൾ ഇതേപോലെയുള്ള 90ഓളം ശവകുടീരങ്ങൾ ഈ പറഞ്ഞ ചരൈദിയോ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ബ്രഹ്മപുത്ര വാലിയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് പലർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു പുതിയ അറിവായിരിക്കാം ഇത്. ഇതേപോലെ മൺമറഞ്ഞു കിടക്കുന്ന എത്രയോ പ്രദേശങ്ങൾ, നമ്മൾ യാത്ര ചെയ്യാത്ത, നമ്മൾ കാണാത്ത, അത്ഭുതകരമായിട്ടുള്ള, രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച എത്രയോ പ്രദേശങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട 43ാമത്തെ സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള ആർജവം ഈ ഒരു വിഷയം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.